നമുക്കൊക്കെയും ജീവിതം വളരെ തിരക്ക് പിടിച്ചതാണല്ലോ. വെറുതെ ഇരിക്കുന്ന ആളുകളെ നാം കാണാറില്ല. എല്ലാവരും തിരക്കിലാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് ആളുകളോട് ആവശ്യപ്പെടുകയോ ക്ഷണിക്കുകയോ ഒക്കെ ചെയ്യുമ്പം എല്ലാവരും പറയാറുള്ളത് തിരക്കാണ്, ബിസി. ചിലപ്പോൾ അങ്ങെടുത്ത് പറയാൻ തുടങ്ങി എന്തൊക്കെയാണ് തിരക്കെന്നുള്ളത്. നാം വിചാരിക്കേണ്ട, ജീവിതത്തിലെ ഉത്തരവാദിത്വം വളരെ ഉള്ള ആളുകൾക്ക് മാത്രമാണ് തിരക്കെന്ന് വിചാരിക്കേണ്ട. തിരക്കില്ലാത്ത ആർക്കാണ്? കട്ടിലിൽ രോഗിയായി കിടക്കുന്ന ഒരാളൊഴിച്ചാൽ എല്ലാവർക്കും തിരക്കാണ്. എന്ത് വേണം? കൊച്ചുകുട്ടികളും തിരക്കിലാണ്. കുട്ടികളെ ശ്രദ്ധിച്ചിട്ടില്ലേ? എല്ലാവരും തിരക്കാണ്. ഒന്നെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക, പിന്നെ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുക, പിന്നെ അങ്ങോട്ട് പോവുക, തിരിച്ചു വരിക. എവരിബഡി ഈസ് ബിസി. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ തിരക്ക് മനുഷ്യജീവിതത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? തിരക്കില്ലെങ്കിൽ നാം തിരക്കുണ്ടാകും. സാധാരണ പിള്ളേർ പറയാറില്ലേ, എനിക്ക് ബോറടിക്കുന്നു. ഒരു അല്പസമയം ഒരു കാര്യം ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ബോറടിയാണ്. കൊച്ചുങ്ങളത് നേരെ അങ്ങ് പറയുന്നതേ ഉള്ളൂ. പ്രായമുള്ളവരുടെയും ബോറടി. ഈ തിരക്കെന്ന് പറയുന്ന ഫില്ലേഴ്സാണ്. ജീവിതത്തിന് അത്യാവശ്യമുള്ള ഉത്തരവാദിത്തങ്ങളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ we invent something to fill the gap. ആ ഇടം നികത്താൻ എന്തെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും. we make ourselves busy. നാം നമ്മെ തന്നെ തിരക്കുള്ളവരാക്കി തീർക്കും. Engagement is the occupation and propulsion of life. ഈ എൻഗേജ്മെൻറ്റ്, തിരക്ക് അല്ലെങ്കിൽ വ്യാപൃതരാകുക, ഈ ഒരു വ്യാപനം ജീവിതത്തിൻ്റെ തന്നെ ഒരു വ്യാപനമാണ്. മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെയും ഓക്യുപ്പേഷനാണ്. ജീവിതത്തെ തന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്ന കാര്യം ഈ എൻഗേജ്മെൻ്റാണ്. വ്യത്യസ്ത കാര്യങ്ങളിലുള്ള വ്യാപനം. ഇത് കഴിഞ്ഞിട്ടത്, അത് കഴിഞ്ഞിട്ടത്. ഈ ഒരു കാര്യമാണ് ജീവിതത്തെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂട്ടി ജീവിതമില്ലെങ്കിൽ ജീവിതത്തിന് പ്രയാണമില്ല, മുൻപോട്ടൊന്നുമില്ല. വി നീഡ് ടു ബി എൻഗേജ്ഡ്. തിരക്ക് നമ്മുടെ ഒരു ആസ്ഥിത ആവശ്യമാണ്. നാം കർത്താവിനെ അറിഞ്ഞ് കർത്താവിലേക്ക് വന്ന ശേഷം നമ്മുടെ തിരക്കുകൾ ഒഴിയുന്നില്ല. ഒരുപക്ഷെ പഴയ തിരക്കുകളും കർത്താവിലേക്ക് വന്ന പുതിയ കാര്യങ്ങളുടെ തിരക്കുകളും കൂടി ആളുകൾ കുറച്ചുകൂടെ അങ്ങ് ബിസിയറാകുക ചെയ്യുന്നു. തിരക്കുകൾ കൂടുക ചെയ്യുന്നു. പണ്ടത്തെ കാര്യങ്ങളുണ്ട്, കല്യാണത്തിന് പോകണം, പല കാര്യങ്ങളുണ്ട്, വരണം, പോകണം, വാങ്ങിക്കണം, യാത്ര ചെയ്യണം, സവാരി ചെയ്യണം, കണ്ടുമുട്ടണം, സന്ദർശിക്കണം. ഇതെല്ലാം പഴയ കാര്യങ്ങൾ. ബന്ധുക്കൾ, കുടുംബ എല്ലാമുണ്ട്. എന്നാൽ കർത്താവിലേക്ക് വന്ന ശേഷം ചിലരും അവരുടെ പഴയ തിരക്കുകൾ വളരെ കുറച്ച ശേഷം ആത്മീയ കാര്യങ്ങളിലേക്ക് അവരുടെ തിരക്ക് വരും. ചില സമയത്തുള്ളവർക്ക് ഏറ്റവും വലിയ തിരക്ക് അവരുടെ സഭ തന്നെയായിരിക്കും. ലോക്കൽ സഭയോട് വളരെ വിധേയത്വമുള്ള വളരെയധികം ആളുകളുണ്ട്. സാധാരണ മറ്റൊരു കാര്യത്തിന് അവരെ കിട്ടാറില്ല. ഒന്നുമില്ല, ഒരു കമ്മിറ്റിയിൽ കാണും, അല്ലെങ്കിൽ സഭയുടെ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ട്രഷററായിരിക്കും, അല്ലെങ്കിൽ പല പ്രായോഗിക ഉത്തരവാദിത്തം കാണും. പലരുടെയും ആത്മീയ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഏറ്റവും വലിയ തിരക്ക് അവരുടെ സഭാജീവിതം തന്നെയാണ്. ബുധനാഴ്ച വന്നാലോ, ഇല്ല, ബുധനാഴ്ച ബൈബിൾ ക്ലാസ്സുള്ള ദിവസമാണ്. വെള്ളിയാഴ്ചയാണല്ലോ, അന്ന് ഉപവാസ പ്രാർത്ഥനയുടെ ദിവസമാണ്. അപ്പം സഭ ജീവിതം തന്നെ ആവശ്യത്തിന് തിരക്ക് അധികം പേർക്കും നൽകാറുണ്ട്. ഇതല്ലെങ്കിൽ സഭയുടെ പരിധിക്ക് പുറത്ത് ആത്മീയ ജീവിതത്തിൽ വളരെ തിരക്കുകൾ അനേകരും കാണാറുണ്ട്. മാറി മാറി വരുന്ന കൺവെൻഷനുകൾ, പലയിടത്ത് നടക്കുന്ന കോൺഫറൻസുകൾ, വ്യത്യസ്തമായിരിക്കുന്ന ധ്യാനങ്ങൾ, റിട്രീറ്റുകൾ, ബൈബിൾ ക്ലാസ്സുകൾ, ഉണർവ് യോഗങ്ങൾ, കുറച്ചുകൂടെ വിശാലമായിരിക്കുന്ന നിലയിലുള്ള എൻഗേജ്മെൻറ്റ്, വ്യാപനം. ആ നിലയിൽ ടൈം ഫില്ലേഴ്സ്, ആത്മീയ ജീവിതത്തിന് ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ. ചിലർ വലിയ മ്യൂസിക് ലവേഴ്സാണ്, ചിലരല്ല, മിക്കവാറും എല്ലാവരും വളരെ മ്യൂസിക് ലവേഴ്സാണ്. അതുകൊണ്ട്
ഇവിടെ പാട്ടുണ്ട്. അതിന് നമ്മൾ പൊതുവേ മറ്റ് കച്ചേരികൾക്കൊന്നും പോകത്തില്ല, ആത്മീയ കച്ചേരികൾക്കേ പോകാറുള്ളൂ. അതിന് നമുക്കൊരു ആത്മീയത കാണുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്ത് ഈ ക്രിസ്തീയ പാട്ട് കച്ചേരിക്കൊരു പുതിയ നല്ല പേരൂടെ വന്നിട്ടുണ്ട്, പ്രൈസ് ആൻഡ് വർഷിപ്പ്. നിർത്താത്ത പ്രൈസ് ആൻഡ് വർഷിപ്പ്, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഇറ്റ് ഗിവ്സ് us, ഇത് നമുക്കൊരു ആത്മീയമായിരിക്കുന്ന എന്തോ ഒരു 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 സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നുണ്ട്. സോ അങ്ങനെ എവിടെയൊക്കെ വർഷിപ്പുണ്ടോ അവിടെയൊക്കെ പോകുന്ന ആളുകളുണ്ട്. ഇത് കൂടാതെ മറ്റൊരു കാര്യമാണ് ആത്മീയ പ്രവർത്തനങ്ങൾ. സാധാരണ ആളുകൾ പറയാറുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലും എനിക്ക് ചെയ്യണം. കൊള്ളാം, നല്ല ആഗ്രഹമാണ് ആത്മീയ പ്രവർത്തനങ്ങൾ. പൊതുവെ എല്ലാവരും അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. ശ്രദ്ധിക്കണേ, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മരിക്കുന്നതിന് മുമ്പിൽ എന്തൊക്കെ ചെയ്തിട്ട് വേണം മരിക്കാൻ. ദിസ് ഈസ് ഓൾസോ അനദർ എൻഗേജ്മെൻറ്റ്. മാത്രമല്ല, പലരും ധരിക്കുന്നത് അവരുടെ ആത്മീയ അർപ്പണത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകം ക്രിസ്തീയ ശുശ്രൂഷയിൽ ഭാഗവാക്കാകുകയാണെന്നുള്ളതാണ്. അതിനാൽ തന്നെ വ്യത്യസ്തമായിരിക്കുന്ന സാമൂഹ്യമോ കമ്പാഷൻ, പല നിലയിലുള്ള ആത്മീയ ശുശ്രൂഷകളിൽ ആളുകൾ സമ്മതിക്കുകയും ഇതെല്ലാം ചിലർ തങ്ങളുടെ ജോലി തന്നെ വിട്ട് കർത്താവിൻ്റെ സേവയ്ക്ക് ഇറങ്ങാറുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ഞാൻ പറയുവാനായിട്ട് സമയമെടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കർത്താവിൽ വന്ന ശേഷം പഴയ നിലയിലുള്ള എൻഗേജ്മെൻറ്റ്, ആ നിലയിൽ നമ്മുടെ സമയവ്യാപനമില്ലെങ്കിലും ആത്മീയ നിലയിൽ എൻഗേജ്ഡ് ആകുന്നവരാണ് സാധാരണ അധികം പേരും. പഴയ ജീവിതം, അവരുടെ ജീവിതത്തിൻ്റെ മുമ്പോട്ടുള്ള ഗതി, ചലനം അവരുടെ പഴയകാല ജീവിതത്തിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നെങ്കിൽ കർത്താവിൽ വന്ന ശേഷം സാധാരണ വിശ്വാസികളുടെ മുമ്പോട്ടുള്ള ചലനം, their spiritual engagement is a spiritual occupation, spiritual propulsion, spiritual substance and spiritual purpose. ആത്മീയമായി ഇങ്ങനെ വ്യാപരിക്കുന്ന ഹൃദയവും മനസ്സും സമയവും വ്യാപിച്ച് ചെയ്യുന്ന കാര്യങ്ങളിൽ ആത്മീയമായിരിക്കുന്ന പുരോഗതി, ചലനാത്മകത, ആത്മീയ അന്തസത്ത, ആത്മീയ പ്രയോജനം, ആത്മീയ അർത്ഥം, അതിൽ തന്നെ ആത്മീയത കാണുന്ന ഒരു നിലയിലാണ് വിശ്വാസികൾ അധികം. ഐ ഡു ദിസ്. പലരും തങ്ങൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒത്തിരി പറയാറുണ്ട്, പ്രശംസിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ അതിനകത്താണ് കണ്ടെന്ന്. ഐ ഫൈൻഡ് മൈ ലൈഫ് ഇൻ വാട്ട് ഐ ഡു. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളിൽ തന്നെയാണ് എൻ്റെ മുഴുവനും. മൈ മണി ഈസ് ദെയർ, മൈ ടൈം ഈസ് ദെയർ, മൈ ലൈഫ് ഈസ് ദെയർ. എൻ്റെ പണവും എൻ്റെ സമയവും എൻ്റെ ജീവിതം മുഴുവൻ അവിടെ തന്നെയാണ്. ദേ ആർ ടു എൻഗേജ്ഡ്. അതിനകത്ത് അവർ വ്യാപൃതരാണ്. എൻ്റെ മറുവശം ഞാൻ പറയാം, ഇതിനതിൽ തന്നെ ലക്ഷ്യവും സാങ്കത്യവും കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം they miss the spiritual substance and spiritual reality. ആത്മീയ അന്തസത്തയും ആത്മീയ യാഥാർത്ഥ്യവും അവർക്കുണ്ടാകുന്നില്ല. അക്കാരണത്താൽ തന്നെ they try to do things more and more they are already engaged in. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ വ്യാപൃതരായി അവർ മുമ്പോട്ട് പോകും. ആത്മീയ യാഥാർത്ഥ്യവും ആത്മീയ അന്തസത്തയും നാം ഉൾപ്പെടുന്ന ചെയ്തു വരുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല. കർത്താവിലേക്ക് അനേകരും വന്ന ശേഷം അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പരമകാഷ്ഠി, ദ ബെസ്റ്റ് ടൈം, അത്യുത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് അവരുടെ ബിഗിനിങ് ടൈമാണ്, തുടക്ക സമയങ്ങളാണ്. വലിയ ആവേശകരമായിരിക്കുന്ന സമയം, വലിയ ആനന്ദത്തിൻ്റെ സമയം. കർത്താവ് എനിക്ക് സമാധാനം തന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ സാക്ഷിക്കുന്ന തുടക്ക സമയങ്ങളിലാണ്. മറ്റുള്ളവരോട് സുവിശേഷം പറയുന്ന തുടക്ക സമയങ്ങളിലാണ്.
ഒരു വലിയ സംഭവം നടന്നു. വീണ്ടും ജനനം, ദൈവത്തോടുള്ള സമാധാനം, യേശുക്രിസ്തുവിലെ രക്ഷ. ഈ മഹനീയ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത്, ഹൃദയത്തിനകത്ത് വലിയ ആത്മീയ കുതിപ്പ് തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ നാം മുമ്പോട്ട് വിശ്വാസികളെ കാണുമ്പോൾ ആ ഒരു ആദ്യ അവസ്ഥയിൽ നിന്നും കാര്യമായി ആരും അധികം മുമ്പോട്ട് പോകുന്നത് കാണാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ they get engaged. പിന്നെ പുതിയ പുതിയ കാര്യങ്ങളിൽ അവർ ബന്ധപ്പെട്ടു പോകുന്നത് കാണുന്നതിലുപരി അവരുടെ ആത്മീയ ജീവിതത്തിൽ സജീവമായിരിക്കുന്ന, അർത്ഥവത്തായിരിക്കുന്ന ഒരു ആത്മീയ വളർച്ചയിലേക്ക് വരുന്നത് കാണുന്നത് വളരെ വളരെ കുറവാണ്. വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെട്ട് പല പരിപാടികളുടെ ഭാഗമായി അവർ പോകുന്നത് വഴി ആത്മീയമായി മുൻപോട്ട് പോകുന്ന, പുരോഗമിക്കുന്നുള്ളൊരു ചിന്ത അവർക്ക് ഭരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ആക്ച്വലി അവരുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ സംഭവിക്കുന്ന കാര്യം ഇറ്റ്സ് എ ഡൈവേർഷൻ. ലക്ഷ്യത്തിൽ നിന്നും തിരിഞ്ഞു പോകുകയാണ് സാധാരണ വിശ്വാസികൾക്ക് സംഭവിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഈ ഡൈവേർഷൻ ഉണ്ടാകുന്നത്? ഒരു വസ്തുത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. മനുഷ്യരെല്ലാവരും വളരെ റിലീജിയസ് ആണ്, മതഭക്തരാണ്. നാം ചിന്തിക്കുന്നത് നമ്മുടെ ചുറ്റും മതങ്ങളായി നാം ഗണിച്ചു വച്ചിരിക്കുന്ന മതങ്ങൾ, ആ മതങ്ങൾ, എന്നാൽ നാം അറിയുന്നില്ല മതങ്ങളുണ്ടായി വന്നിരിക്കുന്നത് മനുഷ്യൻ്റെ അന്തരംഗത്തിലുള്ള മതബോധത്തിൽ നിന്നാണ്. ആ മതബോധം നാനാജാതി മതസ്ഥർക്കുണ്ടെന്ന് മാത്രമല്ല, നാം കർത്താവിലേക്ക് വന്നതുകൊണ്ട് മാത്രം നമ്മുടെ മതബോധം മാറുന്നില്ല. നമ്മുടെ അകത്ത് ഒരാത്മാവുണ്ട്. ഈ ആത്മാവ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി കഴിഞ്ഞാലും ആത്മാവ് ഉള്ളത് കൊണ്ടാണ് മനുഷ്യ മനസ്സുകളിൽ മതബോധമുള്ളത്. നാം കർത്താവിനെ അറിഞ്ഞ ശേഷവും വി ആർ റിലിജിയസ് ബൈ നേച്ചർ. പ്രകൃത്യ നാം മതഭക്തരാണ്. ആരും വിചാരിക്കേണ്ട പുത്തൻ ഉപദേശങ്ങളും പുത്തൻ അനുഭവങ്ങളും കിട്ടിയത് കൊണ്ട് നമ്മുടെ മതബോധം മാറിയെന്ന് ധരിക്കേണ്ട. വി ആർ സ്റ്റിൽ റിലിജിയസ്. നാം മതഭക്തരാണ്. അപ്പോൾ നമ്മുടെ പുതിയ അനുഭവത്തോട് ചേർന്ന് നമ്മുടെ മതഭക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യണം. നാം ചെയ്തു വരുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം, നമ്മുടെ ആരാധനകൾ, നമ്മുടെ കൂടിവരവുകൾ, നാം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം നാം വിചാരിക്കുന്നതിൽ കൂടുതൽ മതഭക്തിയുണ്ട്. ശ്രദ്ധിക്കുക, നാം ആത്മീയമെന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നാം വിചാരിക്കുന്നതിൽ അധികം 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 മതഭക്തി അന്തർലീനമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത്? നാം ആ ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ തന്നെ ഒരു ലക്ഷ്യമായി തീരുന്നു. ഞായറാഴ്ച തോറും 20 വർഷം കൂടി വന്നിരിക്കുന്ന ഒരാൾക്ക് ആത്മീയമായിട്ട് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടായതെങ്കിൽ അവരുടെ കൂടിവരവിൻ്റെ സാരാംശം എന്താണ്? ഞാൻ പറഞ്ഞ മനസ്സിലായോ? 20 വർഷം ആരാധനയ്ക്ക് കൂടി വന്ന് 20 വർഷത്തിന് ശേഷം അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയല്ല തളർച്ചയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ആത്മീയതയുടെ പിമ്പിലുള്ള കാര്യം എന്താണ്? കൂടി വരുന്ന ഞായറാഴ്ച മതഭക്തി. റിലിജൻ ഈസ് എവ്രിവെയർ. ഒരുപാട് സമയം പ്രാർത്ഥിക്കുന്നവർ, പക്ഷെ വിവേചനമുണ്ടാകുന്നില്ല. യഥാർത്ഥ ദൈവഭക്തിയിലൊരു വളർച്ചയുണ്ടാകുന്നില്ല, വിവേകമുണ്ടാകുന്നില്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? ആ പ്രാർത്ഥന ഒരു മതഭക്തിയാണ്. നാം ചെയ്തു വരുന്ന കാര്യങ്ങളിൽ വർഷങ്ങൾ കർത്താവിനെ സേവിച്ച് ശുശ്രൂഷിച്ചു. എനിക്ക് അത്ഭുതകരമായിരിക്കുന്ന കാര്യം, വളരെ കാലം കർത്താവിൻ്റെ വേല ചെയ്ത ശേഷം ആളുകൾ ഈ അകത്ത് കയ്പും പരാതിയും മറ്റുള്ളവരുമായിട്ട് പ്രശ്നവും നിരാശയും കാണുമ്പോൾ ഈ ശുശ്രൂഷ ആത്മീയമായിരുന്നില്ല, മതഭക്തിയായിരുന്നു. The thing that we do is an end in itself. നാം ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ തന്നെ ലക്ഷ്യമാകുമ്പോൾ അത് മതഭക്തിയാണ്.
സംഭവിക്കുന്ന കാര്യം ഇതാണ്. ഇറ്റ് ഈസ് നോട്ട് ലീഡിങ് യു ടു ഗ്രേറ്റർ ഗോഡ്ലിനെസ്. ഉയർന്ന ദൈവഭക്തിയിലേക്കും ദൈവകൃപയിലേക്കും വിവേചനത്തിലേക്കും വിവേകത്തിലേക്കും പക്വതയിലേക്കും ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല. യേശുക്രിസ്തുവിലെ ഭക്തിയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അനുസരണയിൽ നിന്നും ഉത്ഭൂതമാകാത്തതെല്ലാം മതമാണ്, മതഭക്തിയാണ്. ഇതിനോട് ചേർന്ന് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നാം ദൈവവചനത്തിൽ കാണുന്ന ഒരു പദപ്രയോഗം എബ്രായ ലേഖനത്തിലാണ് നാം കാണുന്നത്. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നൊരു പദമാണ് ഡെഡ് വർക്ക്സ്, നിർജീവ പ്രവൃത്തി. മനസ്സാക്ഷിയുടെ നിർജീവ പ്രവൃത്തി, നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള മനസ്സാന്തരം. ഡെഡ് വർക്ക്സ്, നിർജീവ പ്രവൃത്തി. എന്ത് നിർജീവ പ്രവൃത്തി? നിർജീവ പ്രവൃത്തി നല്ല പ്രവൃത്തിയാണ്, നല്ല പ്രവൃത്തി തന്നെയാണ് നിർജീവ പ്രവൃത്തി. എന്നാൽ ലൈഫ്ലെസ് ആണ്, ദൈവിക ജീവനിൽ നിന്ന് ഉത്ഭൂതമാകുന്നതല്ല, പരിശുദ്ധാത്മാവിൽ നിന്ന് ഉത്ഭൂതമാകുന്നതല്ല, ദൈവിക പ്രകാശത്തിൽ നിന്ന് ഉൾക്കാഴ്ചയിൽ നിന്ന് ഉത്ഭൂതമാകുന്നതല്ല. പിന്നെ പല ധാരണകൾ, പല ചിന്തകൾ, പലരും ചെയ്തു വരുന്ന പതിവിൻ്റെ ഭാഗം, പരമ്പരാഗതമായി ചെയ്തു വരുന്ന കാര്യം, നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഭയങ്ങളിൽ നിന്നും ഒക്കെ ചെയ്യുന്ന ദൈവത്തിനെന്ന് ചിന്തിച്ച് ചെയ്യുന്ന കാര്യം. പക്ഷെങ്കിൽ ആ നിർജീവ പ്രവൃത്തി മുഖാന്തരം ദൈവത്തിനല്ല ആ ശുശ്രൂഷ പോകുന്ന പ്രവൃത്തി പോകുന്നത്. നമ്മുടെ മനസ്സാക്ഷിക്കൊരു സംതൃപ്തി കിട്ടും. നമ്മുടെ മനസ്സാക്ഷിയുടെ സംതൃപ്തിയായി ചെയ്തു പോരുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ അർപ്പണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിത്യാത്മാവിനാൽ തന്നെത്താൻ ദൈവത്തിന് നിഷ്കളങ്കനായി ഏൽപ്പിച്ചവൻ. ശ്രദ്ധിക്കുക, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി ഓഫർ ചെയ്തവൻ, ഫലമേൽപ്പിച്ചവൻ. അതിൻ്റെ ഓപ്പോസിറ്റാണ് നിർജീവ പ്രവൃത്തി. അവിടെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ്റെ രക്തം നിർജീവ പ്രവൃത്തികളെ പോക്കി നമ്മെ എത്രയധികം ശുദ്ധീകരിക്കും. ഡെഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ യുവർ കൺവിക്ഷൻ ഈസ് നോട്ട് ദെയർ. നിങ്ങളുടെ ബോധ്യങ്ങളല്ലത്. വിശ്വാസത്തിൻ്റെ അടിത്തറ ഇതിനില്ല. ദൈവനത്തിൻ്റെ സത്യത്തിൻ്റെ അടിസ്ഥാനം അവിടെ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് ട്രൂത്ത് ബേസ്ഡ്, സ്പിരിറ്റ് ബേസ്ഡ്. ആത്മീയ അധിഷ്ഠിതമല്ലത്. ശരിയായി തോന്നുന്ന കുറേ കാര്യങ്ങൾ, നമ്മുടെ മനസ്സാക്ഷിക്ക് സംതൃപ്തി നൽകുന്ന നല്ല കാര്യങ്ങളെന്ന് പുറമേ കരുതപ്പെടുന്ന കാര്യങ്ങൾ, പുറമേ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. യെറ്റ് ഇറ്റ് ഈസ് ഡെഡ് വർക്ക്. നിർജീവ പ്രവൃത്തിയാണ്. കാരണം നമ്മുടെ മനസ്സാക്ഷിക്ക് അതൊരു തൃപ്തി തരുന്നു. എനിക്ക് ഏതായാലും ഒന്ന് പറയാൻ പറ്റും. പണ്ടാരുടെ സ്ഥാനപ്പെട്ടേച്ച് പറഞ്ഞു, എല്ലാവരുടെയും വിഷമം തീർന്നല്ലോ. സ്ഥാനപ്പെട്ടതാണോ? പിന്നെ സ്ഥാനപ്പെട്ടതാ. പിന്നെ എന്നാ പറഞ്ഞത്? അതിനെ നിർജീവ പ്രവൃത്തി എന്ന് പറയും. ചില പറയത്തില്ലേ, ഞാനായിട്ട് തന്നെ മാറി നിൽക്കേണ്ടെന്ന് വിചാരിച്ചു, എന്തിനാ ഒറ്റയ്ക്ക്, ഞാനും വിചാരിക്കും സ്ഥാനപ്പെട്ടേക്കാം, ബാക്കിയെല്ലാവരും സ്ഥാനപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ ഒറ്റപ്പെട്ട ഒരു ഉദാഹരണം പറയുന്നതുകൊണ്ട് നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന നിർജീവ പ്രവൃത്തിയെ കാണാതെ പോകാൻ. ഏതെല്ലാം നിലയിലാണ് ഡെഡ് വർക്ക്സ്? എല്ലാവരും കൈയടിക്കുമ്പോൾ ഞാനും കൈയടിക്കുന്നു, എല്ലാവരും കൈ ഉയർത്തുമ്പോൾ ഞാനും ഉയർത്തുന്നു. ഒരുപാട് ഡെഡ് വർക്ക്സ് ഉണ്ട്. വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് പിണങ്ങി ഇറങ്ങി വൈകിട്ട് വരാൻ നേരം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കണമെന്ന് കണ്ടിട്ട് വീട്ടിലെല്ലാവർക്കും കൂടി ഒരു ബേക്കറി സാധനം വാങ്ങിച്ചുകൊണ്ട് ഒരു സമാധാനം. കർത്താവിനോടുള്ള നല്ല ഭക്തിയിൽ ആ കാര്യം ചെയ്യുമ്പോൾ ആദ്യം ബേക്കറി സാധനമല്ല, ആദ്യം തെറ്റ് സമ്മതിച്ച് വിനയപ്പെട്ട് ഭാര്യയോടെങ്കിൽ ഭാര്യയോട്, മക്കളോടെങ്കിൽ മക്കളോട് ക്ഷമയോദിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വിധത്തിലുള്ള നിർജീവ പ്രവൃത്തികളുണ്ട്. നൈറ്റ് വിജയിൽ ഈ മുഴുരാത്രി പ്രാർത്ഥനകളുണ്ട്. ഞാൻ ചിലപ്പോൾ പറയും 2 മണിക്ക് എന്താ ഈ മുഴുരാത്രി പ്രാർത്ഥന കാണേണ്ടത്? ചെല്ലിങ്ങനെ പകുതി കണ്ണടച്ചും ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന നേരം സ്വോത്രം സ്വോത്രം എന്ന് പറയുകയും പ്രാർത്ഥന എന്നുള്ളൊരു സംതൃപ്തി.
പക്ഷേ പ്രാർത്ഥന നടക്കുന്നില്ല. വലിയ ലോകം മുഴുവൻ ഉണർവിന് വേണ്ടി വളരെയധികം ആളുകളെ കൂട്ടിയുള്ള വലിയ സംഘടിത പ്രാർത്ഥനകളുണ്ട്. നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, 1,00,000 പേരാണ് അവിടെ കൂടിയത് എന്ന് കേൾക്കുമ്പം കൊള്ളാം. പക്ഷെ നമ്മൾ വിചാരിക്കരുത് ഈ 1,00,000 ഒന്ന് കേട്ടാൽ ദൈവം ഞെട്ടിപ്പോകുന്നു. ഇതിൻ്റെ വെളിച്ചത്തിലൊന്നും അല്ല. സ്വർഗത്തിൽ പറയത്തില്ലേ, പ്രധാനമന്ത്രിക്ക് 10 കോടി ഒപ്പ കിട്ടിയെന്ന് പോയിട്ടില്ല. പ്രധാനമന്ത്രിയെ സംബന്ധിച്ചോളം 10 കോടി വോട്ടുണ്ട് അതിൻ്റെ പുറകിൽ. ഇങ്ങനെ മനുഷ്യരുടെ വോട്ടനുസരിച്ചൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് ആരും ധരിക്കരുത്. പിക്കറ്റിങ്ങും സമരവും പോലെയൊന്നുമല്ല ദൈവത്തിൻ്റെ പ്രവർത്തനം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈയിടെ എന്നോടൊരു സഹോദരൻ പറയുണ്ടായി, നമ്മൾ ധരിക്കുന്ന എത്രയും പേര് കൂടുതൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ബലമാണെന്നാണ്. അങ്ങനെയല്ല. കർത്താവ് പ്രാർത്ഥനയ്ക്കായിട്ട് ഇമ്പോർട്ടൻ്റ് ടൈംസ് ഓഫ് പ്രയർ, ഗൗരവമുള്ള പ്രാർത്ഥനാ സമയങ്ങൾക്ക് വേണ്ടി സമയം വേർതിരിച്ച് ഒന്നിൽ ഒറ്റയ്ക്ക്, രാത്രിയിലൊക്കെ അവൻ ഒറ്റയ്ക്കായിരുന്നു പോയി പ്രാർത്ഥിച്ചത്. ഈ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാത്തവരുടെ സമൂഹ പ്രാർത്ഥനയിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. 2, ഇനിയും കർത്താവിനെയും ചിലരെ കൂട്ടി അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നെങ്കിൽ 12 ശിഷ്യന്മാരും പോരാ. ശിഷ്യന്മാരായിട്ട് എല്ലാവരോടും പറയണം, നമ്മൾ അടുത്ത ആഴ്ച പ്രാർത്ഥനയ്ക്ക് കൂടുകയാണ്, എല്ലാവർക്കും വിവരം അറിയിച്ചിട്ട് എവിടെയൊക്കെ ശിഷ്യന്മാർ അവരെല്ലാം കൊണ്ടുവരാം. പിന്നെ എന്നാലും പോരാ, പ്രാർത്ഥനയല്ലേ. ഈ പുരുഷാരത്തോടും കുറേ പേരോട് അറിയിക്കുക, ഞങ്ങൾ നാളെ പ്രാർത്ഥനയ്ക്കാണ് കൂടാൻ പോവാ. കർത്താവിൻ്റെ പ്രാർത്ഥന അങ്ങനെയല്ലായിരുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഒന്നിൽ ഒറ്റയ്ക്ക്, അല്ലെ ശിഷ്യന്മാർ പോലും മുഴുവൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈവൻ ദ ഹോൾ ഡിസൈപ്പിൾസ് വെയർ നോട്ട് ദേർ. മുഴുവൻ ശിഷ്യന്മാർ പോലും ഉണ്ടായിരുന്നില്ല. ജീസസ് ന്യൂ ദ വർത്ത് ആൻഡ് റിയാലിറ്റി ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് യേശുക്രിസ്തുവിന് അറിയാമായിരുന്നു. അതറിയാത്തവരാണ് സംഘടിതമായിരിക്കുന്ന പ്രാർത്ഥന ആളെക്കുട്ടി എങ്ങനെയും ചില പറയത്തില്ലേ, ഒരു മഹാസംഭവമാക്കി തീർക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അനേക വിധത്തിലുള്ള നിർജ്ജീവ പ്രവൃത്തികളുണ്ട്. മിഷൻ സ്റ്റേഷനുകളിൽ ചെന്ന് കഷ്ടപ്പെട്ട് വളരെയധികം ത്യാഗം സഹിച്ച് ഞെരുക്കത്തിൽ അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന അനേക മിഷണറിമാർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പലരെയും നാം അറിയുന്നില്ല. എന്നാൽ ഈ US സിറ്റീസിൽ നിന്നൊക്കെ സഭകളിൽ നിന്നും ഒറ്റയ്ക്കായിട്ടുമൊക്കെ മിഷണറി ടൂർ എന്ന് പറഞ്ഞ് ഇവിടെ ഇന്ത്യയിൽ വരാറുണ്ട്. ബീഹാറിൽ പോവുക, UP പോവുക, സൗത്ത് ആഫ്രിക്കയിൽ പോവുക, ലാറ്റിൻ അമേരിക്കയിൽ പോവുക. ഇത് അവിടുത്തെ കാര്യം മാത്രമല്ല, ഇവിടെ കേരളത്തിൽ നിന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് 2 ആഴ്ച ബീഹാറിൽ പോയിച്ച് വരിക. അത് മനസ്സിനൊരു തൃപ്തിയാണ്. മിഷൻ സ്റ്റേഷനിൽ പോകാൻ പറ്റുക, അത് പിക്നിക്കാണത്. ആ സ്ഥാനത്ത് റെഡ് ഫോർട്ടും കുത്തബ് മിനാറും ഒക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് വേണ്ടായിരുന്നു തോന്നും. പക്ഷേ മേഘാലയയിൽ പോയേക്കാവുന്നുണ്ട്, അതൊരു തൃപ്തിയാണ്, അതൊരു ഡെഡ് വർക്കാണ്. ഞാൻ ഓർക്കും ഈ യാത്രക്കൂലിയൊക്കെ അവർക്ക് അങ്ങ് അയച്ചു കൊടുത്തിരുന്നത് കുറച്ചുകൂടെ പ്രയോജനമായിരുന്നേനെ, അവിടുത്തെ മിഷന് കുറച്ചുകൂടെ സഹായമായിരുന്നേനെ. ചുരുക്കം പറഞ്ഞ വി ഡോണ്ട് നോ ദ ഡെഡ് വർക്ക്സ് വി ഹാവ്. നമ്മുടെ മനസ്സാക്ഷിയുടെ തൃപ്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന അനേകം നിർജ്ജീവ പ്രവൃത്തികൾ which has no spiritual worth before God. ദൈവത്തിൻ്റെ ഭാഗം ആത്മീയ മൂല്യമില്ലാത്തത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? We need substitutes because we don't have spiritual reality. ആത്മീയ യാഥാർത്ഥ്യം നമുക്കില്ലാത്തത് കൊണ്ട് നമുക്ക് ബദൽ എന്തേലുമൊക്കെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജീവിക്കണമെങ്കിൽ എന്തേലുമൊക്കെ വേണം. ഇനി ആത്മീയതയ്ക്ക് വന്നാൽ ആത്മീയമായി നിരൂപിക്കുന്ന എന്തുവേലുമൊക്കെ ചെയ്യണം. അതിൻ്റെ കാരണം നമ്മുടെ സ്പിരിച്വൽ വാക്വം, ലാക്ക് ഓഫ് റിയാലിറ്റി, നമ്മുടെ ആത്മീയ യാഥാർത്ഥ്യത്തിൻ്റെയും ശൂന്യത ബോധത്തിൻ്റെയും ലക്ഷ്യം കാരണമാണത് കാണിക്കുന്നത്. വി ഹോൾഡ് ടു കൗണ്ടർഫീറ്റ്സ് ആൻഡ് സിംബൽസ്. പ്രതീകങ്ങളും വ്യാജങ്ങളെയും നാം പിടിക്കുന്നതിൻ്റെ കാരണം ആത്മീയ യാഥാർത്ഥ്യത്തിൻ്റെ കുറവാണ്. വി ലാക്ക് ഡയറക്ഷൻ, വി നീഡ് സബ്സ്റ്റൻസ്. നാം ദിശാബോധവും അന്തസ്സത്തെയും ഇല്ലാത്തവരായി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തു പോവുകയാണ്. ത്രൂ ദ ഇയേഴ്സ് വി ഡോണ്ട് അക്കംപ്ലിഷ് എനിത്തിങ്. നാം ഒന്നും പണിത് കൊണ്ടുവരുന്നില്ല. ഗലാത്യ സഭയോട് അപ്പോസ്തലൻ സംസാരിക്കുമ്പോൾ പുതിയ നിയമസഭകളുടെ ഈ ലേഖനങ്ങളൊക്കെ വായിച്ചിട്ട്
നമുക്കെന്ത് ചിന്തിക്കണം, നമ്മുടെ സഭയ്ക്ക് എഴുതുന്നെങ്കിൽ എന്തെഴുതുമായിരുന്നു? എന്നെ കേൾക്കുന്ന വ്യത്യസ്ത സഭകളുണ്ട് ടി വിയിൽ കൂടി. അവരൊക്കെ ചിന്തിക്കണം, പൗലോസ് ഞങ്ങളുടെ സഭയ്ക്കായി എഴുതിയിരുന്നെങ്കിൽ എന്തെഴുതുമായിരുന്നു? നമ്മൾ ഈ ഗലാത്യ സഭയുടെയൊക്കെ അവരോടുള്ള ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ മൂക്കത്ത് വിരൽ വെച്ചിരിക്കുക, അമ്പടാ കൊള്ളാമല്ലോ, ഇത്ര അതപ്പതിച്ചോ നീ എന്നാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കൊക്കെയാണ് ലേഖനമേ എഴുതത്തില്ലായിരുന്നു, എഴുതിയിട്ട് കാര്യമില്ല പലർക്കും. ബിക്കോസ് വി ആർ സോ യൂസ്ഡ് ടു ആൻഡ് hardened and found our spirituality in dead routines. നമ്മൾ അത്ര തഴമ്പിച്ച് പലതിലും അങ്ങനെ പോയി. പണ്ട് ഒരു ദൈവദാസനോട് ഞാൻ അറിയുന്ന കാര്യമാണ്, മറ്റൊരു ദൈവദാസൻ ആത്മീയമായിട്ടുള്ള ഒരു ബോധം കൊടുക്കുവാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തോട് പറഞ്ഞു, ഹൗ സാഡ്, എത്ര ദുഃഖകരമാണ്, നിങ്ങൾക്കതിൽ നിന്നെങ്കിലും പിന്തിരിയാൻ കഴിയില്ലേ? അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞ മറുപടി, ഇറ്റ് ഈസ് ടു ലേറ്റ്, വളരെ വൈകിപ്പോയി. ഞാൻ നിങ്ങളിൽ പലരോടും പറയുകയാണ്, നിങ്ങൾക്കാർക്കത് പറയാനിടയായ, ഇറ്റ് ഈസ് ടു ലേറ്റ്. ടേൺ ടു ഗോഡ്, ഫൈൻഡ് യുവർ ലൈഫ് ഇൻ ഡയറക്ഷൻ and see if your spirituality is properly founded on God's word. ദൈവത്തിലേക്ക് തിരിഞ്ഞ് ഹൃദയം തുറന്ന് സത്യസന്ധമായി നിങ്ങളുടെ ഭക്തി ദൈവവചനത്തിൻ്റെ സത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നുവോ എന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞ് നിങ്ങൾ വിലയിരുത്തുവീൻ. ഒടുവിൽ പറയാനിടയാകരുത്, ഇറ്റ്സ് ടു ലേറ്റ്, വൈകിപ്പോയി എന്ന് പറയാനിടയാകരുത്. ഗലാത്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവരോട് പറയുന്ന കാര്യം, ഒരുപാട് പ്രശ്നങ്ങൾ അവരെ ചൂണ്ടിക്കാണിക്കുകയാണ്. അവരുടെ ഒരു വലിയ പ്രശ്നം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിലെ ആ മഹത്വമേറിയ വിശ്വാസത്തിൽ ആരംഭിച്ചവരാണ്. റിയൽ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിലെ ആ വിശ്വാസം എത്ര മഹനീയമാണെന്ന് അറിയാമോ? പുസ്തകം വായിച്ചാൽ കിട്ടത്തില്ല, വലിയ പ്രസംഗങ്ങൾ കേട്ടാൽ കിട്ടത്തില്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവാനുള്ളത് വരമാണ്. ഗാഡ് ഗിവൺ ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് ദൈവം നൽകിയ ദാനമാണ്. എന്നെ തുച്ഛീകരിക്കരുത്. പണ്ഡിതന്മാർക്കും ജ്ഞാനികൾക്കും പഠിച്ചിട്ടും അന്വേഷിച്ചിട്ടും ലോകം മുഴുവൻ ചുറ്റി നടന്നിട്ടും പുണ്യസ്ഥലങ്ങളിലൊക്കെ പോയിട്ടും they are still in the pursuit. പിന്നെ അന്വേഷണം നടക്കുന്നതിന് നടുക്ക് God gave us free, സൗജന്യമായി വിശ്വസിക്കുവാൻ ഈ വരം നമുക്ക് നൽകിയതാണ്. അതിനെ തുച്ഛീകരിക്കരുത്. ബട്ട് now ചില വർഷങ്ങൾക്ക് ശേഷം പൗലോസ് അവരോട് പറയുന്ന സമയത്ത് don't have that living faith, ആ സജീവ വിശ്വാസം അവർക്കില്ല. പിന്നെ എന്ത് വിശ്വാസമുള്ളത്? they have a creedal faith, ഒരു വിശ്വാസ പ്രമാണം. വിശ്വാസം ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് വിശ്വാസം? അത് ഇന്ന കാര്യങ്ങളിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവർ വിശ്വസിക്കുന്ന ആ തെറ്റായ വിശ്വാസമല്ല, ഞങ്ങളുടെ എല്ലാ വിശ്വാസങ്ങളും ശരിയായ വിശ്വാസമാണ്. ക്രീഡൽ ഫെയ്ത്ത്. ആ പുതിയ നിയമം, കർത്താവ് ചെയ്ത പുതിയ ഉടമ്പടിയുടെ യാഥാർത്ഥ്യം തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു. പഴയതെന്താ, പുതിയതെന്താ? അബ്രഹാം എവിടെ നിൽക്കുന്നു, പൗലോസ് എവിടെ നിൽക്കുന്നു, അന്നത്തെ ജീവിതം എന്താ, ഇന്നത്തെ ജീവിതം എന്താ? ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് പീപ്പിൾ ഡോണ്ട് നോ ദ ഡിഫറൻസ്. ഈ വ്യത്യാസം ആളുകൾക്ക് അറിയുന്നില്ല. What is distinctive of the new covenant? പുതിയ ഉടമ്പടിയുടെ സത്യമായിരിക്കുന്ന കാര്യങ്ങൾ, ഫെയ്ത്ത്, വിശ്വാസം, ഗ്രേസ്, കൃപ, ലൈഫ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലെ ജീവിതം, ജീവൻ, ലൈഫ് ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിലെ ജീവിതം. അതിനെക്കുറിച്ചൊരു ക്ലൂ ഇല്ലാതായി തീർന്നിരിക്കുന്നു. അവരുടെ ജീവിതം ഒരു അടിമത്ത ജീവിതമാണ്. നിയമങ്ങൾക്ക്, ന്യായപ്രമാണത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞു. യേശു ക്രിസ്തുവിലെ വിശ്വാസത്തിൽ അത്യത്ഭുതകരമായിരിക്കുന്ന ഒരു മനോഹര ആരംഭം അവർക്കുണ്ടായെങ്കിൽ തന്നെയും now they are ഒരു നിയമത്തിന് അടിമകളായി പോകും. ദൈവസന്നിധിയിലുള്ളവരുടെ നിൽപ്പ് ആ നിയമനിർവഹണത്തിൽ കൂടിയാണ്, ശരി ചെയ്യുന്നതിൽ കൂടിയാണ്, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിൽ കൂടിയാണ്. അവർ നീതീകരണം തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവേ എന്നുള്ള വിളിക്കുവാനായിട്ടുള്ള ആ
സ്വർഗീയ ബന്ധം അവരറിയാത്തവരായി ഒരു ഉടമസ്ഥൻ, ഒരു യജമാനനും ഒരു ദാസനുമായിട്ടുള്ള ബന്ധം മാത്രമേ അവർക്കുണ്ടാകുന്നുള്ളൂ. ഓരോ കൊച്ചു കാര്യങ്ങളും ലീഗലിസ്റ്റിക്കായി തീർന്നിരിക്കുന്നു. നിയമപ്രാമാണിത്വം, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ഏത് ശരി ഏത് തെറ്റ്, ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഞായറാഴ്ച ജോലി ചെയ്യാമോ, ആഭരണം ധരിക്കാമോ, ഏത് വസ്ത്രമാണ് ഉടുക്കേണ്ടത്, ഏത് ദിവസമാണ് പ്രധാനപ്പെട്ടത്, എന്ത് പാടില്ല, എന്താകും, ലോഡ് ഓഫ് സ്മോൾ 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 ലോസ്. ഒരുപാട് നിയമങ്ങൾ വെച്ചാണ് അവർ ജീവിക്കുന്നത്. ദേ ഹാവ് നോ ക്ലൂ ഓഫ് ലൈഫ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവിലെ ജീവിതത്തെക്കുറിച്ച് അവർക്കൊരു യാതൊരു ബോധവുമില്ല. ഗലാത്യ സഭയുടെ ഒരു പ്രശ്നം മാത്രമാണോ ഇത്? നാം പുതിയ നിയമത്തിലാണെന്ന് പറയുമ്പം എത്ര പേർക്ക് അറിയാൻ കഴിയും? This is what is distinctive of my life in the new covenant from the old covenant. പഴയ ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമായി ശ്രദ്ധേയമായി എൻ്റെ ജീവിതത്തെ പുതിയ നിയമത്തിൽ എന്നെ കൊണ്ടുപോകുന്ന മഹത്വപൂർണ്ണമായിരിക്കും ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ. I have faith, living faith. I know what grace is. This grace the old saints never knew. പഴയ വിശുദ്ധന്മാർ ഈ കൃപയെ അറിഞ്ഞില്ല. ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഐ ഡോണ്ട് സ്റ്റാൻഡ് ഓൺ വാട്ട് ഐ ഡു. ഞാൻ ചെയ്യുന്നതിൽ നിൽക്കുന്നത്, ഞാൻ ക്രിസ്തുവിലാണ് നിൽക്കുന്നത്. ഐ ഡോണ്ട്, മൈ ലൈഫ് ഡസൻറ്റ് ഗോ ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ചിട്ടകളിലും തുടരുത്, പിടിക്കരുത്, ഒരുപാട് കൊച്ചു കൊച്ചു നിയമങ്ങളിലല്ല ജീവിതം പോകുന്നു. ആത്മാവിൻ്റെ വഴി ഞാൻ അറിയുന്നു, ആത്മാവിനെ അറിയുന്നു. റിയാലിറ്റി, യാഥാർത്ഥ്യം. എൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എൻ്റെ രക്ഷിതാവായിരിക്കുന്ന ക്രിസ്തു തന്നെയാണ്. ഐ സ്ട്രോങ്ലി സ്റ്റാൻഡ് ദേർ എവറി ടൈം, ഓൾവേസ്. എപ്പോഴും ഞാൻ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. എൻ്റെ നീതീകരണം, എൻ്റെ വിശുദ്ധി, എൻ്റെ രൂപാന്തരം, എൻ്റെ ജയം, എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. എൻ്റെ ഭക്തി എന്ന് പറയുന്ന 5 പോയിൻറ്സും 7 പോയിൻറ്സും അല്ല. ഈ ഫുൾ ഗോസ്പൽ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിൽ ഒരു ലിസ്റ്റ് ഓഫ് ഡോക്ട്രിൻസ് ആണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ പറയും 6ാമതൊരു കാര്യങ്ങൾ, വേറൊരാൾ പറയും 7ആണ് പൂർണ്ണത. കുഞ്ഞെ, ഞാൻ എത്ര എണ്ണം ഇതിൻ്റെ കൂടെ കൂട്ടാം, 7ഉം 10ഉം 12ഉം കഴിഞ്ഞാലും എണ്ണം തീരത്തില്ല. അവിടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഉണങ്ങിയ കമ്പായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ ഊർജം വരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതിലെ ഉപദേശ രൂപങ്ങളിൽ നിന്നാണ്. When Christ is a source of your life and faith, യേശുക്രിസ്തു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരവും ജീവന്റെ സ്രോതസ്സുമാകുമ്പോൾ, I can see your face and say you have the living faith in Christ. ക്രിസ്തുവിലെ ജീവനുള്ള വിശ്വാസത്തിൻ്റെ ആധാരത്തിലാണ് നിങ്ങൾ പോകുന്നത്. ക്രീഡൽ ഫെയ്ത്ത്, വിശ്വാസ പ്രമാണമല്ല, ക്രിസ്തുവിലെ വിശ്വാസം. അതാണ് പുതിയ നിയമം. അതിൻ്റെ അകത്ത് ഉപദേശങ്ങളുടെ സത്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ദ സെൻട്രൽ തിങ്, അതിൻ്റെ കേന്ദ്ര വിഷയം ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലുള്ള വിശ്വാസം. എൻ്റെ നീതീകരണവും ആധാരമായിരിക്കുന്നതിൽ തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം പോലും ഉപവസിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് എനിക്കൊരു ധൈര്യമില്ല. വേണ്ട പോലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. അവിടെ ആ പാടെ എന്തോ ഒരു കുറവനുഭവപ്പെടും. ഒരാൾ പോലും സുവിശേഷം പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് ദൈവസന്നിധിയിൽ ഒരു ധൈര്യക്കുറവാണ്. നാം വിചാരിക്കുന്നതിൽ കൂടുതൽ ഈ കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയുണ്ട്. വി ഹോൾഡ് ടു ദീസ് തിങ്സ് ആസ് അവർ മെറിറ്റ്സ്. നമ്മുടെ യോഗ്യതകളായി നാം വിചാരിക്കുന്നതിൽ കൂടുതൽ ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ഞാൻ ഉപവാസത്തിന് എതിരല്ല, ഉപവാസത്തിന് അതിൻ്റെ പ്രസക്തി ഉണ്ടെന്നും കൂടെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെങ്കിൽ ഈ 7 ദിവസം 14 ദിവസം 21 ദിവസം ഇതൊക്കെ സ്ഥിരമായി ആചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളറിയാതെ ഇതൊരു പ്രവൃത്തിയുടെ മാർഗമായി മാറുന്നുണ്ടോ? നിങ്ങളറിയാതെ ദൈവസന്നിധിയിലുള്ള നീതിയുടെയും യോഗ്യതയുടെയും അടിസ്ഥാനമായി നിങ്ങൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ തീരുന്നുണ്ടോ? It's very likely because we are religious by nature. നാം മതഭക്തി നമ്മുടെ പ്രകൃതത്തിലുള്ളത് കൊണ്ട് ക്രിസ്തുവിലെ വിശ്വാസം നമുക്ക് സ്വാഭാവികമല്ല. നമുക്ക് സ്വാഭാവികമായിരിക്കുന്നത്
നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ആശ്രയിച്ച് നമ്മുടെ ധൈര്യവും പ്രാഗൽഭ്യവും വരിക എന്നുള്ളതാണ്. ഫലം എന്താണ്? ദൈവത്തോട് തന്നെയും പിതൃപുത്രമായിരിക്കുന്ന ഒരു ഊഷ്മള ബന്ധം നാം അനുഭവിക്കുന്നില്ല. പിതൃപുത്ര ഊഷ്മള ബന്ധം എന്നെ വ്യത്യാസം വരുത്തുന്നത്. പലരും പറയുന്ന അത് പഴയ കാര്യമല്ലേ, നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യമല്ലേ. ഈ പറയുന്ന പലർക്കും അവരുടെ വാക്ക് കേട്ടാൽ, മുഖങ്ങൾ കണ്ടാൽ, സാക്ഷ്യം കേട്ടാൽ അറിയാം. ഇറ്റ്സ് നോട്ട് ദെയർ. വാട്ട് ദേ ഹാവ് ഈസ് എ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ്. യജമാന ദാസ്യബന്ധമാണ്. അതുകൊണ്ടാണ് പറയും, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണേ. അതിനകത്ത് ഒത്തിരി ഭക്തി തോന്നിയാലും ഈ ഒരു ആകുലത്തിൻ്റെയും ഭയത്തിൻ്റെയും ഈ ചോദ്യത്തിനകത്ത് തന്നെ ഒരു പുത്രത്വത്തിൻ്റെ കുറവുണ്ട്. അബ്ബാ, പിതാവേ. അബ്ബ എന്ന് പറഞ്ഞാൽ പേഴ്സണലാണത്. അച്ഛാ, ഡാഡി, അപ്പാ. പകരം പല പ്രാർത്ഥനകൾ കേട്ടിട്ടുണ്ട്. ഈ പിതാവേ പിതാവേ എന്നുള്ള പ്രാർത്ഥനയ്ക്കകത്ത് തന്നെ ഒരു കുറവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇതൊരു ടൈറ്റിലാണ്. വീട്ടിൽ നമ്മൾ പിതാവേ എന്നല്ലല്ലോ വിളിക്കുന്നു. വീട്ടിൽ നമ്മൾ വളരെ പേഴ്സണലായിട്ടല്ലേ. പുറത്തെന്നാൽ ടൈറ്റിലുള്ളവരുണ്ട്, ആ ഒരു പദവിയുള്ളവരുണ്ട്. ചില കർദിനാൾമാരും തിരുമേനിമാരും ഒക്കെ ആ ടൈറ്റിലുള്ളവരാണ്. പിന്നെ അങ്ങനെ ആ ടൈറ്റിൽ വെച്ച് ദൈവത്തിനൊരു കുറച്ചുകൂടെ നല്ല സുന്ദരമായിരിക്കുന്നൊരു പദം പിതാവേ. പിതാവേ. യു ഹാവ് ദ പേഴ്സണൽ നെയിം ഫോർ യുവർ ഫാദർ. പിതാവിന് ആ വ്യക്തിബന്ധത്തിലുള്ള ഒരു നാമം നിങ്ങളുടെ നാവിൽ വരാറുണ്ടോ? അതോ പിതാവേ എന്ന് മാത്രമല്ല, വളരെ വിശ്വാസികൾക്കും വരുന്ന പേര് മാസ്റ്റർ. മലയാളത്തിലാണെങ്കിലും ചിലർ ഇംഗ്ലീഷിൽ ആ പദം ഉപയോഗിക്കാറുണ്ട്. മാസ്റ്റർ, വി പ്രേ. യജമാനനെ എന്നങ്ങനെ പറയാറില്ലെങ്കിലും കുറച്ചുകൂടെ സംസ്കരിച്ച് മാസ്റ്റർ എന്ന് പറയാറ്. പിന്നെ സാധാരണ ഒരു പദപ്രയോഗമാണ് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ മനസ്സിലുള്ള ഏറ്റവും ഉയർന്ന ഒരാൾ അവരുടെ കർദിനാൾ അല്ലെങ്കിൽ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. മാൻ, സ്വർഗസ്നായ പിതാവേ എന്ന് എത്ര പ്രാവശ്യം ഏറ്റു ചൊല്ലിയാലും നിന്റെ അകത്തതില്ല. മൈ ഫാദർ ഇൻ ഹെവൻ, സ്വർഗത്തിലുള്ള എൻ്റെ അപ്പാ. അത് പുതിയ നിയമത്തിൻ്റെ ആത്മാവിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. എല്ലാവർക്കും കയറി ഡാഡി എന്നോ എല്ലാവരും കയറി വിളിക്കാൻ പറ്റുമോ? ദാറ്റ്സ് എ പ്രിവിലേജ്, ദാറ്റ്സ് എക്സ്ക്ലൂസീവ്. അത് ചിലർക്ക് മാത്രം ലഭ്യമായിരിക്കുന്നൊരു പദവിയാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്ത്. ദാറ്റ്സ് എ ന്യൂ ടെസ്റ്റ്മെന്റ് സ്പിരിറ്റ്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. ഓരോരോ കൊച്ചു കാര്യങ്ങൾക്കും നിയമങ്ങൾ. അങ്ങനെ ഇന്ന് ശരിയാണോ, ഇങ്ങനെ ഇന്ന് ശരിയാണോ? ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ നിയമത്തിൻ്റെ ആവശ്യം എന്താണ് വേണ്ടത്? യു ഡോണ്ട് നോ ദ ഹോളി സ്പിരിറ്റ് ഓഫ് ദ ന്യൂ കവനന്റ്. പുതിയ നിയമത്തിൻ്റെ ആത്മാവിനെ അറിയായിക കൊണ്ടാണ് നാം ഈ ഓരോ കൊച്ചു കാര്യങ്ങൾക്കും നിയമമുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവിലെ ജീവിതം വരുമ്പോൾ കൊച്ചു കൊച്ചു നിയമങ്ങളിലെല്ലാം നാം ജീവിക്കുന്നു. ലോ ഓഫ് ദ ലൈഫ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ജീവൻ്റെ പ്രമാണം. ആമേൻ. പുതിയ നിയമം എന്നൊക്കെ പറയുന്ന ഇതൊക്കെയാണ്. ഇതിൻ്റെ പുറത്ത് നമുക്കൊരുപാട് ധാരണകൾ പഴയ നിയമത്തെയൊക്കെ കൂട്ടിക്കലർത്തി നമ്മുടെ ഭക്തി എന്നൊക്കെ പറയുന്ന കുറേ ധാർമ്മിക നിയമങ്ങളും ഒരു നല്ല ജീവിതവും നമ്മൾ പഠിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ചേർത്ത്, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഒരു കൂട്ടുകറി പോലുള്ളതാണ് നമ്മുടെ ആത്മീയത. കണ്ട കണച്ചാതി എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം കൂടെ കൂട്ടി. നോ, ന്യൂ കവനന്റ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ്. പുതിയ നിയമം സുവ്യക്തമാണ്. അതിനാണ് കൃത്യമായി ദൈവവചനത്തിൽ ലേഖനങ്ങൾ എഴുതി അപ്പോസ്തലന്മാർ അത് കൃത്യമായി പഠിപ്പിച്ചിരുന്നത്. ഫെയ്ത്ത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയത്തില്ല, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു വിശ്വാസം വേണമല്ലോ. എനിക്കും എൻ്റെ വിശ്വാസമുണ്ട്. എല്ലാവർക്കും ഒരു വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം. നോ കുഞ്ഞ്, ഇതൊന്നും അല്ല. വിശ്വാസികളോട് പലരോട് ചോദിക്കണം, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? അപ്പോഴാണ് മറുപടി കിട്ടുന്നത്. എന്നോ വിശ്വസിക്കുന്ന അറിയത്തില്ലേ? അല്ല, അതാ ചോദിച്ചു. നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന കാര്യങ്ങൾ അത് എന്നാന്നാ ചോദിച്ചത്. പിന്നെ നമുക്ക് എല്ലാവർക്കും വിശ്വാസം, അതിനൊക്കെ എങ്ങനെ പറയാൻ ഒക്കുന്നത്?
ലാക്ക് ഓഫ് സ്പിരിച്വൽ റിയാലിറ്റി, ആത്മീയ യാഥാർത്ഥ്യത്തിൻ്റെ ഇല്ലായ്മ. നാം ഈ വസ്തുതകളിലേക്ക് വന്ന് ക്രിസ്തീയതയെ കെട്ടിപ്പടുക്കേണ്ട നിലയിൽ കെട്ടിപ്പടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരുപാട് പാരഫെർനേലിയ, ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് എന്തൊക്കെയോ ചെയ്യുന്ന ഒരു കാര്യം. ബട്ട് വി മിസ് ദ റിയാലിറ്റി ഓഫ് ദിസ് ലൈഫ്, ഗ്ലോറിയസ് ലൈഫ്. ഈ മഹനീയ ജീവിതത്തിലെ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടവരായിരിക്കും. ദൈവഹിതം സംബന്ധിച്ചും അന്വേഷിക്കുന്ന കാര്യത്തിൽ ഈ പ്രശ്നമുണ്ട്. സാധാരണ ദൈവഹിതം എന്നൊക്കെ പറയുമ്പം നമുക്കറിയാം, ഏതാണ്ട് സാർവത്രികമായിട്ട് തന്നെ ദൈവഹിതം എന്ന് പറയുമ്പോൾ ഇരുട്ടിലൊരു തപ്പ അല്ലേ? ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നോട് പലരും ഇങ്ങനെ പറഞ്ഞായിരുന്നു, അതാ ദൈവഹിതം. ഞാൻ വേറെ നിലയിൽ പ്രാർത്ഥിച്ച വേറെ ദൈവദാസനോട് അങ്ങനല്ല പറഞ്ഞത്. പിന്നെ ഞാൻ പോയി ബൈബിൾ തുറന്ന് നോക്കിയപ്പം എനിക്ക് വ്യക്തമായി കർത്താവിനോട് സംസാരിച്ചു. നിങ്ങൾ അതേ കാര്യം സംബന്ധിച്ച് വീണ്ടും ബൈബിളൊന്ന് തുറന്നു നോക്കണം, അതേ വാക്യം തന്നെയാണോ കിട്ടുന്നത്, അല്ല വേറൊരു വേർഷൻ എടുത്തൊന്ന് നോക്കണം. ഇരുട്ടിലുള്ള തപ്പ ഈ ആളുകൾക്ക് ദൈവഹിതം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയാണ്, ഒരു ധാരണയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതീകം കണ്ടു. ഞാൻ അന്നേരം അവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടപ്പം ആ സംസാരത്തിൽ കൂടി ദൈവം എന്നോട് സംസാരിച്ചു. ഏതെല്ലാം നിലയിലാണ് കുഞ്ഞേ, എന്തൊരു പാപ്പരത്വമാണ് ഈ കർത്താവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ച ശേഷം ഇരുട്ടി തപ്പി നടക്കേണ്ട ഒരു ഗതികേട് വന്നവരാണോ ദൈവഭക്തന്മാർ? ഷെയിം അല്ല. ദൈവഹിതമെന്ന് പറയുന്നത് ചില പറയാറില്ല, ചില അസംഷൻസാണ്. കർത്താവേ, ഇത് ദൈവഹിതമാണെങ്കിൽ അതങ്ങനെ നടക്കണം. ദൈവത്തിന് എന്തെല്ലാം ജോലി ആളുകൾ കൊടുക്കുന്നു. കുഞ്ഞേ, ഇങ്ങനെയൊന്നും അല്ലല്ലോ ദൈവഹിതം പഠിക്കാൻ. യെസ്, ആമേൻ. We forfeit the joy and glory of this glorious life. ഈ മഹത്വമേറിയ ജീവിതത്തിൻ്റെ മഹത്വവും ആനന്ദവും ഏതെല്ലാം നിലയിൽ നാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് we live with religion and dead works, മതഭക്തിയും നിർജ്ജീവ പ്രവൃത്തിയുമായിട്ട് ഫുൾ ഗോസ്പൽ, പൂർണ്ണ സുവിശേഷം എന്ന് പറയുന്ന നിലയിൽ നമ്മെ തന്നെ ഈ യാഥാർത്ഥ്യമില്ലാത്തവരായി നാം എത്രമാത്രം ജീവിക്കും? ആമേൻ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ആത്മീക യാഥാർത്ഥ്യത്തിൻ്റെ വലിയ ആവശ്യമുണ്ട്. പഠനങ്ങൾ പോരാ, അറിവുകൾ പോരാ. സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷനിലും ഈ കാര്യമുണ്ട്. ആത്മീയമായിരിക്കുന്ന ചിന്താവിനിമയത്തിൽ, ആശയവിനിമയത്തിൽ ഈ പ്രശ്നമുണ്ട്. ചില സംസാരിക്കാൻ നേരം വലിയ വലിയ ഗൗരവമുള്ള വലിയ നമുക്കറിയാതെ ഭയങ്കര ആശയങ്ങളായി പറയും. ഇന്നുവരെ കേട്ടില്ലാത്ത വലിയ ചിന്തകളാണ്. സാധാരണ പറയുമല്ലോ വലിയ തോട്ട്സാണ് പറഞ്ഞത്, പക്ഷേ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഈ പറഞ്ഞ ആളോട് ചോദിക്കണം, പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? പലരും സംസാരിക്കുന്ന കേൾക്കുമ്പോൾ അറിയാം ആ പറയുന്ന കാര്യം അവർക്ക് പിടികിട്ടിട്ടില്ല എന്ന്. സ്പിരിച്വൽ റിയാലിറ്റി, നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന കാര്യത്തിൽ റിയാലിറ്റി, യാഥാർത്ഥ്യം കിട്ടിയിട്ടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. പറയുന്ന ആൾക്ക് യാഥാർത്ഥ്യം കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ചില വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളെ ത്രസിപ്പിക്കും, നമ്മുടെ അകത്തങ്ങ് തീ കത്തും. നമ്മളവർക്ക് ഇത് അടുത്ത കൂട്ടായ്മയ്ക്ക് നമ്മൾ ശരിക്കും ഭദ്രമായി പൊതിഞ്ഞ് നമ്മൾ കൊണ്ടുപോകാൻ ഈ പാക്കറ്റ് അങ്ങ് നല്ല റിബണൊക്കെ കെട്ടിവെക്കും. അടുത്ത കൂട്ടായ്മയ്ക്ക് ഒന്ന് പറയണം, കാരണം ദൈവം സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് കത്തുകായിരുന്നു. നമ്മൾ എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങുമ്പം നമ്മുടെ കത്തലങ്ങ് പോയി. കുറേ കാര്യമൊക്കെ തപ്പി പറഞ്ഞേച്ച് ഇവിടെ ഇരിക്കാൻ നേരം പറഞ്ഞു, എനിക്ക് ഒരുപാട് കാര്യം പറയണമെന്നുണ്ട്. എഴുന്നേറ്റ് പോയപ്പോൾ എല്ലാം മറന്നുപോയി. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് കണ്ട ഒരു കാര്യം നിങ്ങളുടെ ആത്മാവിൽ കണ്ടിട്ടില്ല, നിങ്ങളുടെ ആത്മാവിനെ ദർശിച്ചിട്ടില്ല, നിങ്ങളുടെ ആത്മാവിനെ അനുഭവിച്ചിട്ടില്ല. ദാറ്റ് ഈസ് നോട്ട് റിയൽ ടു യുവർ സ്പിരിറ്റ്. നിങ്ങളുടെ ആത്മാവിനെ യഥാർത്ഥമായി തീർന്നിട്ടില്ല. ഉന്നതമായിരിക്കുന്നൊരു ചിന്തയാണ് നിങ്ങൾ പറയാൻ ശ്രമിച്ചത്. ഈ വളരെയധികം ഉണർവുകളും അനേക ആത്മീയ പ്രസ്ഥാനങ്ങൾ എഴുന്നേറ്റ് വരികയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആത്മീയ താല്പര്യം വളരെ പേർക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിക്കുന്ന ആളുകൾ, കൂട്ടായ്മകൾക്ക് പോകുന്നു, ആ ദൈവിക അനുഭവങ്ങൾ ആളുകൾക്ക് ഉണ്ടാകുന്നു, ദൈവികമായിരിക്കും സന്ദർശനം, എവറിത്തിങ് ഗുഡ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇത് അതിൽ തന്നെ വീണ്ടും ജന്മം നാം ധരിച്ചുകൂടാ. പലരും ധരിക്കുന്നത് ഇത്രയൊക്കെ ആയപ്പോൾ വീണ്ടും ജന്മമായെന്നാണ്. പക്ഷേ
അങ്ങനെ ധരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ അടുത്ത് ചെല്ലുമ്പോൾ വീണ്ടും ജനത്തിൻ്റെ അനിഷേധ്യമായിരിക്കുന്ന ചില ലക്ഷണങ്ങൾ അവർക്കില്ലാതെയിരിക്കുന്നു. പാപത്തോട്, അഭക്തിയോട്, ലൗകികതയോടുള്ള മനോഭാവത്തിൽ ആത്മീയമായിരിക്കുന്ന ഒരു മനോഭാവം അവർക്കുണ്ടായിട്ടില്ല. ദൈവത്തോട്, ദൈവികതയോട്, ദൈവഭക്തിയോട്, ദൈവവചനത്തോട് അദമ്യമായിരിക്കുന്ന ഒരു അന്തർദാഹം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് മാത്രവുമല്ല, അവരുടെ ജീവിതത്തിൽ ആത്മീയ താല്പര്യങ്ങളുണ്ടായിട്ട് വലിയ ആഗ്രഹങ്ങളുണ്ടായി. ഒരുപാട് നല്ല സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ ചിലരോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ദൈവമകനായി തീർന്നിരിക്കുന്നു എന്നുള്ള ബോധ്യം, ആന്തരിക സാക്ഷ്യം പലർക്കുമില്ല. വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് സ്നാനപ്പെട്ടതാണെന്നാ മറുപടി. അല്ല, വീണ്ടും ജനിച്ചതാണോ എന്ന് ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ടതാ. ദേ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ആന്തരിക സാക്ഷ്യമില്ല. മക്കളെന്ന് ആത്മാവദാനം നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്നു. ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. മരണക്കിടയിലും എനിക്കിത് പറയാൻ കഴിയും. എനിക്ക് മനസ്സിലാകാത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് പറയാൻ കഴിയും, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ബിക്കോസ് ദാറ്റ് ഈസ് എ സ്പിരിച്വൽ റിയാലിറ്റി ഇൻ മീ. എന്നിലൊരു ആത്മീയ യാഥാർത്ഥ്യമാണ്. വൈ? ബിക്കോസ് ദ സ്പിരിറ്റ് ടെസ്റ്റിഫൈസ് ഇൻസൈഡ് മൈ സ്പിരിറ്റ്. ആത്മാവിൻ്റെ ആത്മാവോട് സാക്ഷ്യം പറയുന്നുണ്ട്. ഈ ക്രിസ്തീയതയുടെ പ്രത്യേകത എന്താണ്? ഗോഡ് ഈസ് ലവ്. ഗോഡ് സോ ലവ് ദ വേൾഡ്. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പുതിയ നിയമത്തിന്റെ അന്തസത്ത, ഗോഡ്സ് ലവ് ഫോർ മാൻ, മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ സ്നേഹം. റോമാലേഖനം അതിൻ്റെ ഒരു തീസിസാണ്. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ തീസിസാണ്. അതിൻ്റെ പ്രബന്ധം തന്നെയാണ്, ദൈവസ്നേഹത്തിന്റെ പ്രബന്ധമാണ്. ഇതെല്ലാം പഠിച്ചു, ഇത് സംബന്ധിച്ചുള്ള ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. വളരെ നാളുകളായിട്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് കേൾക്കുന്നു, അതിൻ്റെ പാട്ടുകൾ പാടുന്നു. അതിൻ്റെ നടുക്ക് നമ്മളായിരിക്കുന്നു. എന്നാൽ ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നും, ഐ എം സോ സ്പെഷ്യൽ ഫോർ ഹിം, അവന് വേണ്ടി ഞാൻ പ്രത്യേകതയുള്ളവനാണ്. ഹീ സോ മൈൻഡ്ഫുൾ. അവനെൻ്റെ സ്വന്തമാണ്, ഞാൻ അവൻ്റെ സ്വന്തമാണ്. ആ റിയാലിറ്റി അനേർക്കുമില്ല. പുസ്തകത്തിൽ ആ സ്നേഹം ഇരിക്കുന്ന, അകത്തില്ല. കാരണം ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഇറ്റ്സ് എ സ്പിരിറ്റ് that brings the reality of God's love. ദൈവത്തിൻ്റെ സ്നേഹത്തിന് യാഥാർത്ഥ്യം കൊണ്ടുവരുന്ന ആത്മാവാണ്. ദൈവഹിതത്തിൻ്റെ ബോധ്യം, ദൈവികമായിരിക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെയും തീരുമാനത്തിൻ്റെയും ബോധ്യത്തിൻ്റെ ആത്മീയ യാഥാർത്ഥ്യം നമുക്ക് നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. ആദിമസഭയിൽ ഒരു വലിയ ഡിസ്പ്യൂട്ട് ഉണ്ടായപ്പോൾ ആ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്ത ശേഷം, ജാതികളുടെ പരിച്ഛേദന സംബന്ധിച്ചുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്ത ശേഷം, യാക്കോബ് അപ്പോസ്തലൻ എല്ലാവർക്കും ഒരു എഴുത്തയച്ചു. ആ എഴുത്തയച്ചപ്പോൾ ആ അപ്പോസ്തലന്മാരുടെ തീരുമാനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇതിങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും തോന്നിയിരിക്കുന്നു. ഇറ്റ് ഈസ് സെയിം ഗുഡ് ഫോർ us and the Holy Spirit. ദൈവിക തീരുമാനങ്ങൾ, ദൈവിക തിരഞ്ഞെടുപ്പുകൾ, ജീവിതത്തിലുള്ള ദൈവിക വഴികളിൽ നിങ്ങളുടെ കാൽച്ചുവടുകൾ പരിശുദ്ധാത്മാവിൽ നിന്ന് ബോധ്യം കൂടെ കിട്ടും. ദൈവഹിതത്തിലുള്ള നിങ്ങളുടെ നടപ്പിന് എൻ്റെ സ്പിരിച്വൽ റിയാലിറ്റി, ആത്മീയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് അകത്ത് നൽകുന്ന സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മീയ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് എത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ആത്മാവ് ഒരു കാര്യം കാണുമ്പോൾ മാത്രമേ, അനുഭവിക്കുമ്പോൾ മാത്രമേ, പരിഗ്രഹിക്കുമ്പോൾ, സ്വായത്തമാക്കുമ്പോൾ മാത്രമേ ഒരു ആത്മീയ അനുഭവമാകുന്നുള്ളൂ. പലതും അനുഭവം എന്ന് പറയുന്നത് ആത്മീയ അനുഭവമല്ല. ചില പറയത്തില്ലേ, പെട്ടെന്ന് എൻ്റെ ശരീരത്തിലൂടെ ഏതാണ്ട് എഴയുന്ന പോലെ തോന്നി, രോമമല്ല എഴുന്നേറ്റ് നിൽക്കുന്നത്. അതല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ യുവർ സ്പിരിറ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ ആത്മാവിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണത്. പരിശുദ്ധാത്മാവാണ് നമുക്ക് ആത്മീക യാഥാർത്ഥ്യം നൽകുന്നത്. കർത്താവ് യെരൂശലേമിൽ ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് പരസ്യമായി പ്രസ്താവിച്ചു, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ.
എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? നാനാ ഇടത്തു നിന്നും യെരൂശലേമിൽ ഇസ്രായേൽ മക്കളെല്ലാം കൂടെ കൂടി വന്നിരുന്നു. അവരുടെ പിതാക്കന്മാരുടെ കൂടാര പെരുന്നാളിൻ്റെ കമമറേഷനായിരുന്നു, ഓർമ്മയായിരുന്നു. എല്ലാവരെയും കൂടി വന്ന് അവരുടെ മരുഭൂമി യാത്രയെക്കുറിച്ച് ഓർക്കുന്ന വലിയ പെരുന്നാൾ നടക്കുകയാണ്. 8-ാം ദിവസം, അതാണ് ദ ഗ്രേറ്റ് ഡേ ഓഫ് ദ ഫെസ്റ്റിവൽ. മഹാദിനം എന്ന് പറയുന്ന 8-ാം ദിവസം ഫൈനൽ ഡേ ആണ്. എന്താ ഈ ഫൈനൽ ഡേയുടെ പ്രത്യേകത? തുടക്കത്തിൽ എല്ലാവരും കൂടി വന്നു. തലേദിവസം പല ലോഡ്ജുകളിലും അവിടെ ഇവിടെയൊക്കെ താമസിച്ചു. പഴയ ആളുകളെയൊക്കെ കണ്ടു. വലിയ ഉത്സാഹം, വലിയ സന്തോഷം. നമ്മൾ ഏത് കൂട്ടായ്മയ്ക്ക്, ഏത് യോഗത്തിന് എവിടെ ചെന്നാലും ഞാൻ കൂടെ ഒരു കാര്യം പറയാം, വലിയ സന്തോഷമായിരിക്കും. അതിന് വലിയ ആത്മീയത വേണമെന്നില്ല. പിക്നിക്കിന് പോയാലും സന്തോഷമായിരിക്കും. ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടി ഒരു ബിരിയാണി ഉണ്ടാക്കി കഴിച്ചാലും അതിന് സന്തോഷമുണ്ട്. സന്തോഷമായിരുന്നു എന്നുള്ളതിനകത്ത് ആത്മീയത ഉണ്ടെന്ന് നിങ്ങൾ ധരിക്കരുത്. എല്ലാവരും കൂടി വന്ന് വലിയ സന്തോഷം, ഭയങ്കര മേള. പിന്നെ എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റ് തയ്യാറായി പോകണം, രാവിലെ പോകണം, ദേവാലയത്തിൽ പോകണം. അവിടെ ചെന്നപ്പോൾ എല്ലാ കാര്യങ്ങളും തയ്യാറായി. പുരോഹിതന്മാരെല്ലാം നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. പുരോഹിതന്മാർ അവരുടെ പുറകെ ആളുകളെല്ലാവരും ഘോഷയാത്രയായിട്ട് യെരൂശലേം ദേവാലയത്തിൽ ശിലോഹാം കുളത്തിലേക്ക് പോകും. അതായത് മുഖ്യ പുരോഹിതൻ്റെ കയ്യിൽ ഒരു സ്വർണ്ണക്കുടമുണ്ടായിരിക്കും. ആ സ്വർണ്ണക്കുടവുമായിട്ട് ചെന്ന് ശിലോഹാം കുളത്തിൽ ചെന്ന് വെള്ളം കോരി എടുത്തുകൊണ്ടുവന്നിട്ട് ദേവാലയത്തിൽ അകത്ത് യാഗപീഠത്തിൻ്റെ ഒരു വശത്ത് ഈ വെള്ളം ഒഴിക്കും. ആളെല്ലാം കണ്ട് ഭക്തിമയനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. 8-ാം ദിവസവും ഈ കാര്യം നടന്നു. തീർന്നു. 9-ാം ദിവസം ഇല്ല, എല്ലാവരും പോകാൻ പോവാ. പിന്നെ സന്തോഷമായിരുന്നു. പക്ഷേ യേശു കർത്താവ് ഇതെല്ലാം നോക്കുക. ആദ്യം എല്ലാവരും വലിയ തിമിർപ്പിലും വലിയ സന്തോഷത്തിൽ വന്നു. ഇപ്പം എല്ലാവരുടെ മുഖത്തൊരു വിഷാദം. ഗോയിങ് ബാക്ക് എംപ്റ്റി, ശൂന്യതയായിട്ട് പോവുകയാണ്. പിന്നെ ആകെയുള്ള പ്രത്യാശ അടുത്ത വർഷത്തെ കൺവെൻഷനും കൂടാം എന്നുള്ളതാണ്. ഇനി നമുക്ക് കൂടി വരാം, ഇനിയും ഉണ്ട്, അടുത്ത കോൺഫറൻസിന് വരാം. കർത്താവ് മാറിയെന്ന് ചോദിച്ചു. ആർ യു ഹാപ്പി? നിങ്ങൾ സന്തുഷ്ടരാണോ? നിങ്ങൾക്ക് എന്ത് കിട്ടി? ഹാവ് യു ഗോട്ട് റിയാലിറ്റി? ഇതൊക്കെയാണ് യാഥാർത്ഥ്യം. മാറിയെന്ന് വിളിച്ചു. ശൂന്യതാബോധമുള്ളവർ, അയാഥാർത്ഥ്യം അനുഭവിക്കുന്നവർ, ദാഹിക്കുന്നവർ, come to me, come to me, come to me. Not this place or that place or that religion or here. അവിടെ ആ മതത്തിലോ ഈ സ്ഥലത്തോ അവിടെയല്ല, ഈ ചടങ്ങുകളിലല്ല, ഈ പ്രതീകങ്ങളിലല്ല, ഈ ചെയ്തു വരുന്ന കാര്യങ്ങളിലല്ല. ഈ ആവർത്തനങ്ങൾ നിങ്ങൾക്ക് സത്യം തരികയില്ല. These symbols are not real. ഈ പ്രതീകങ്ങൾ അത് ഒന്നും യഥാർത്ഥങ്ങളല്ല. The true reality, യഥാർത്ഥ്യം ഞാനാണ്. I am who is real. യാഥാർത്ഥ്യം ഞാനാണ്. ബാക്കി നിങ്ങൾ കാണുന്നതെല്ലാം പ്രതീകങ്ങളാണ്. Come to me, എൻ്റെ അടുക്കൽ വരിക. Praise the Lord. Are you frustrated with your dead routines? നിങ്ങളുടെ വർഷങ്ങളുടെ പതിവുകളിനകത്ത് നിങ്ങൾക്ക് മടുപ്പുണ്ടായിട്ടുണ്ടോ? അതോ ഇനിയും പ്രതീക്ഷിക്കുകയാണോ? കുറച്ചുകൂടി ഇങ്ങനെ പോയാൽ നല്ലതാ, അല്ലെ അവിടെ പോയാൽ നല്ലതാണ്, അല്ലെങ്കിൽ Are you frustrated? നിങ്ങളുടെ തന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം സംബന്ധിച്ച് നിങ്ങൾക്ക് മടുപ്പുണ്ടായിട്ടുണ്ടോ? Lord, this is not life. ഇതല്ല ജീവിതം. അവിടുത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മഹത്വം ഇതല്ല. അവിടുത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആത്മനിറവ് ഇതല്ല. അവിടുത്തെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സ്നേഹം ഇതല്ല. അവിടുത്തെ വചനത്തിൽ പറഞ്ഞതും അവിടുന്ന് കാണിച്ചതുമായിരിക്കുന്ന ദൈവകൃപ ഇതല്ല. I am barren. I am empty. അങ്ങനെയെങ്കിൽ do you thirst for reality? യാഥാർത്ഥ്യത്തിന് വേണ്ടി നിങ്ങൾ ദാഹിക്കുന്നവരാണോ? യാഥാർത്ഥ്യത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണോ? യാഥാർത്ഥ്യത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. Come to me, എൻ്റെ അടുക്കേക്ക് വരിക. The fullness of God, ദൈവത്തിൻ്റെ സകല നിറവും.
ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിൻ്റെ സമ്പൂർണ്ണ പ്രവൃത്തി. ഐ ആം ദ വേ, ദ ലൈഫ് ആൻഡ് ട്രൂത്ത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ. Come to me. Come to me. I will give you the Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകും. ആ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് യാഥാർത്ഥ്യം കൊണ്ടുവരും. ദൈവഹിതം, ദൈവസാന്നിധ്യം, ദൈവവചനം, ദൈവിക കൂട്ടായ്മ, ഈ കാര്യങ്ങളിലൊക്കെയുള്ള ആ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ നിറവോടെ നൽകുവാൻ കഴിയുന്നവൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിലെ നിറവ്, പരിശുദ്ധാത്മാവിലെ നടപ്പ്, പരിശുദ്ധാത്മാവിലെ ശക്തീകരണം, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക, പരിശുദ്ധാത്മാവിലുള്ള പങ്കാളിത്തം, പരിശുദ്ധാത്മാവിനുള്ള കൂട്ടായ്മ. ദാറ്റ് ഈസ് റിയാലിറ്റി. അതിൽ നിന്നാണ് നമുക്ക് യാഥാർത്ഥ്യം കിട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. Know the Holy Spirit more and more. കൂടുതൽ കൂടുതൽ ഈ പരിശുദ്ധാത്മാവിനെ അറിയുക. കൂടുതൽ കൂടുതൽ ആത്മീയ യാഥാർത്ഥ്യമുള്ളവരായി നിങ്ങൾ തീരും. Amen. Praise the Lord. Hallelujah. Treasures of Darkness. Pastor Raju Ebenezer's latest book, originally published in the United States, is now published in India. Do you yearn for a closer walk with God? Do you long to serve God more fruitfully? Do you go through difficult times? If so, this book is for you. The book is being made available at all major Christian bookshops of India. It is also available at amazon.in and rajuebenezer.com. You may also call 0984 6598 704.